ഈ സമ്മർ സീസണ് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരം മാത്രമേ കാണൂ. അതെന്താണ്? വാട്ടർമെലൺ കൊണ്ടുള്ള ജ്യൂസ്. ഏറ്റവും ഇഷ്ടം ഇപ്പം വാട്ടർമെലൺ കഴിക്കാനും വാട്ടർമെലൺ കൊണ്ടുള്ള ജ്യൂസസ് കഴിക്കാനുമാണ് അല്ലേ. ലഞ്ചും ഡിന്നറും ഒക്കെ സ്കിപ്പ് ചെയ്തിപ്പോൾ ആൾക്കാർ ജ്യൂസസിൻ്റെ പുറകെ പോവാണ്. ഇപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന കടകളിലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക്. ഹോട്ടൽസിലൊക്കെ തിരക്ക് കുറവാണ്. ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ആർക്കും വേണ്ടല്ലോ. അപ്പോൾ വാട്ടർമെലൺ കൊണ്ടുള്ള ജ്യൂസ് എല്ലാവർക്കും അറിയായിരിക്കും. വാട്ടർമെലൺ കട്ട് ചെയ്യുക, മിക്സിയിലിട്ട് അടിക്കുക, ഇത്രയൊക്കെ ആയിരിക്കും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ 1-2 ഇൻഗ്രീഡിയൻസ് അധികം ചേർക്കുമ്പോഴത്തേക്കും വാട്ടർമെലൺ ജ്യൂസ് ഇത്തിരി കൂടെ നല്ല ടേസ്റ്റിയായി മാറും. ആ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്താണ് ഇന്നത്തെ വാട്ടർമെലൺ ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, വാട്ടർമെലൺ ജ്യൂസൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ, ഈ ഇത്രയും അറിയണ റെസിപ്പീസൊക്കെ എന്തിനാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തേക്കുന്നതെന്ന് അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതുപോലും ചെയ്യാൻ അറിയാത്ത കുട്ടികൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒന്ന് കണ്ടുപഠിക്കട്ടെ. വാട്ടർമെലൺ ജ്യൂസൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ അവർക്കൊന്ന് പഠിക്കാനും കൂടെ ഉപകരിക്കില്ലേ ഇങ്ങനെയൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും. അതും ഈ സമ്മർ സീസണ് പറ്റിയൊരു ഡ്രിങ്ക് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ റെസിപ്പീസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഉപകാരപ്രദമായ വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു വാട്ടർമെലൺ ജ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വാട്ടർമെലൺ കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാം ഇന്ന്. അതിനുവേണ്ടി ഒരു ബൗളിൽ ഒരു 1/4 ഭാഗത്തോളം വാട്ടർമെലൺ ഞാൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പിഞ്ച് സോൾട്ട്, ഉപ്പ് ഒരു പിഞ്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കൂടുതൽ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത്. പക്ഷേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നീട് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ ഈ വാട്ടർമെലണ് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വാട്ടർമെലൺ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അതിന് ഇത്തിരി മധുരമൊക്കെ കുറവാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്. അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ സീഡ്സൊക്കെ ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സീഡ്സ് ഇതിലേക്ക് കുടുങ്ങരുത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. മിക്സിയിലിട്ട് നന്നായി അടിച്ച് കൊണ്ടുവരട്ടെ. മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന വാട്ടർമെലൺ ജ്യൂസാണിത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊന്ന് ഒരു സ്ട്രെയിനർ എടുത്ത് ഒന്ന് അരിക്കാൻ വേണ്ടി നോക്കട്ടെ. ജ്യൂസ് അരിച്ചു കഴിഞ്ഞു. ഞാനിനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ടേക്ക് ഷിഫ്റ്റ് ആക്കട്ടെ. ഇനി ഈ ജ്യൂസ് ഒരു സർവിങ് ഗ്ലാസ്സിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു സർവിങ് ഗ്ലാസ് ഇവിടെ എടുത്തു വെക്കട്ടെ. അപ്പോൾ സർവിങ് ഗ്ലാസിൻ്റെ ഏറ്റവും അടിയിലായി നമ്മൾ ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും മുകളിലായി ഒരു വാട്ടർമെലൺ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ സമ്മർ സീസണിൽ കുടിക്കാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ജ്യൂസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർമെലൺ ജ്യൂസ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗം വരെ തണുപ്പിക്കാൻ ഈ വാട്ടർമെലൺ എന്ന് പറയുന്ന ഫ്രൂട്ടിന് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സമ്മർ സീസണിൽ ഇതുപോലുള്ള വാട്ടർമെലണൊക്കെ വാങ്ങിച്ച് ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുക. തന്നെയും കഴിക്കാം, വാട്ടർമെലൺ ചുമ്മാ കട്ട് ചെയ്ത് കഴിക്കാം. ഇതുപോലെ ആകുമ്പോൾ ഇത്തിരി കൂടി കൂടുതൽ ടേസ്റ്റിയാണെന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരുമായി ഒന്ന് ഷെയർ ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഡിഷസുമായി നിങ്ങളെ കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.